ഞാനിന്ന് ചേട്ടൻ്റെ കൂടെ കടയിൽ പോയതാണ് കേട്ടോ, പണിസ്ഥലത്ത് പോയതാണ്. അപ്പോൾ പണിസ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പുത്തമ്പള്ളി കേട്ടോ. അപ്പോൾ പുത്തമ്പള്ളിയിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചു. പിന്നെ നേരെ പള്ളിയിൽ നിന്ന് നേരെ പണിസ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ വെള്ളയപ്പങ്ങാടി കേട്ടോ. ഇതാണ് കേട്ടോ വെള്ളയപ്പങ്ങാടി. അവിടെ കുറേ ചേച്ചിമാർ വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ തൃശ്ശൂർ വെള്ളയപ്പങ്ങാടി. അവിടെ നേരെ ഞാൻ പണിസ്ഥലത്തേക്ക് പോയിട്ടാണ് മേളിൽ കയറി പോകണം കേട്ടോ. പണിസ്ഥലം, ചേട്ടൻ്റെ പണിസ്ഥലം മേളിലാണ് കട. അങ്ങനെ മേളിൽ കയറി പോയി. അങ്ങനെ ചേട്ടൻ്റെ പണിസ്ഥലത്ത് നിന്ന് നേരെ നോക്കിയാൽ കാണാം, പുത്തമ്പള്ളി കാണാം കേട്ടോ. പുത്തമ്പള്ളീൻ്റെ പുറകു വശത്താണ് കേട്ടോ കട. അവിടെ നിന്ന് നോക്കിയാൽ, മേളിൽ നിന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് പുത്തമ്പള്ളി കാണാം. കണ്ടോ അല്ലേ? അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ ഇരുന്നു. ചേട്ടൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് കോയിൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ സ്വർണം വെയിറ്റ് നോക്കുന്നത്, വളയൊക്കെ ഉണ്ടാക്കിയിട്ട് വെയിറ്റ് നോക്കുന്ന മെഷീനാണ് കേട്ടോ അത്. പിന്നെ കുറേ വേറെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതൊരു മെഷീന്, എന്തിട്ട് മെഷീനാണെന്ന് ചോദിച്ചില്ല കേട്ടോ. നേരെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നേരെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കല്യാൺ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ നേരെ കല്യാൺ മാർക്കറ്റിൽ പോയി. അവിടെ ക്രിസ്മസിൻ്റെ ട്രീ, സ്റ്റാറൊക്കെ ഇട്ടിട്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ സാധനങ്ങൾ മുകളിലായിരുന്നു. അപ്പോൾ അവിടുന്ന് താഴ്ന്ന സാധനങ്ങളെടുത്ത് മുകളിലേക്ക് കയറിപ്പോയി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ അന്ന് കാർത്തിക വിളക്കിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ കാർത്തിക ദീപമൊക്കെ തെളിയിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.